ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ഈ ഒരു അട ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കാം. അപ്പോൾ നമുക്കിതിനായിട്ട് നേന്ത്രപ്പഴം വേണം. ഇതുപോലെ തൊലി കറുത്ത നേന്ത്രപ്പഴമാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതൊന്നും നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ തന്നെ ഞാനിതൊന്ന് ആവിയിൽ ഇവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ തന്നെ ഞാനിവിടെ പഴമൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. അരിപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് റവ വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. ഒരു അരക്കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു അരക്കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കര ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ശർക്കരക്ക് പകരം നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഞാനിവിടെ ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അധികം ലൂസായിട്ട് നമ്മളിത് മിക്സ് ചെയ്തെടുക്കരുത്. അപ്പോൾ ഈ ഒരു കട്ടിയിലാണ് ഞാനിവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് വെച്ചിട്ടൊന്ന് ആവി കയറ്റിയെടുക്കണം. അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിത് ഇവിടെ ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. അതിന് ശേഷം ഇതൊന്ന് നോക്കിയെടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിൽ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിവിടെ ഒരു ഇഡ്ഡലി തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചെയ്തെടുത്തിട്ടുള്ള ഓരോന്നും വെച്ച് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് ആവി കയറ്റിയെടുക്കുക. അപ്പോൾ നമ്മുടെ അടമൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് ആവി കയറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അട ഒന്ന് ഇലയെന്നൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അടയാണ്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് തന്നെയാണ് ഇതിന്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.